എല്ലാ അടവുകളും പരാജയപ്പെടുമ്പോൾ CPM പതിവായിട്ട് ഇറക്കുന്ന ഒരു തന്ത്രമാണ് മറുപക്ഷത്ത് നിൽക്കുന്നവരെ ചെളിവാരി എറിയുക. പണ്ട് കാളൻ നെല്ലായി എന്ന് പറയുന്ന ഒരു ആയുർവേദ സ്ഥാപനത്തിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. എല്ലാ ചികിത്സകളും ഫലിക്കാതെ വരുമ്പോൾ കാളൻ നെല്ലായി. അങ്ങനെ ഇപ്പോൾ ആ ഒരു അടവിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും CPM-ഉം. നേരത്തെ തന്നെ ചാനൽ ചർച്ചകളിലും മറ്റും അവരുടെ പ്രതിനിധികൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, സോണിയാഗാന്ധിയെ പണ്ടെങ്ങോ കാലത്ത് 10 വർഷം മുമ്പാണ് ഈ ഗോവർദ്ധനും, ഇപ്പോൾ സംശയനിഴലിൽ നിൽക്കുന്ന ഗോവർദ്ധനും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കണ്ടിട്ടുണ്ടെന്ന്. അവിടെ ചെന്ന് സോണിയാഗാന്ധിയെ കണ്ടുവെന്നാണ് പറയുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ്. അത് കോൺഗ്രസ്സുകാർക്കെതിരായിട്ടാണ് പറയുന്നത്. ആന്റണിയും അടൂർ പ്രകാശും ഇവരൊക്കെയാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോയതെന്നാണ് പറയുന്നത്. അതായത് ശബരിമലയിൽ CPM നേതാക്കള് പോറ്റിയെ കയറ്റിയപ്പോ സോണിയാഗാന്ധിയുടെ വസതിയിൽ കോൺഗ്രസ് നേതാക്കള് ഈ പോറ്റിയെ കയറ്റിവിട്ടു എന്നുള്ള ഒരു ആരോപണം. അതിന് മറുപടികൾ വേറെ പലതും വരുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഒരു ചിത്രത്തെ പറ്റി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ നടന്ന ഒരു ചർച്ചയില് ആ അനുസരണം കെട്ട പയ്യനുണ്ടല്ലോ, രാഹുൽ ഈശ്വർ, അയാള് ഈ ഒരു ചിത്രം കാണിക്കുന്നത് കണ്ടു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിയില് നമ്മുടെ പിണറായി വിജയൻ എന്തോ പറയുന്നു. അതേപ്പറ്റി പിണറായി വിജയൻ പറയുന്നത് കൃത്രിമമാണെന്നാണ്. കൃത്രിമമല്ല എന്ന് നമ്മുടെ രാഹുൽ ഈശ്വർ ശക്തമായിട്ട് വാദിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ ചില ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഒരു കളിയിലേക്ക് ഈ വലിയ വിഷയത്തെ കൊണ്ടുവരാമെന്നാണ് CPM കരുതുന്നത്. അത് പറയുമ്പോഴും നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുമ്പില് വളരെ വിനയാന്വിതനായിരിക്കുന്ന ഒരു ചിത്രം അത് ലോക വൈറലായിരിക്കുക. അങ്ങനെ സോണിയാഗാന്ധിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടതിന്റെ ചിത്രത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴേ CPM-ന്റെ 2 പ്രധാന നേതാക്കള്, മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ളവര്, ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗം, അദ്ദേഹം അടക്കമുള്ള പ്രതികള് ജയിലിൽ അഴിയെണ്ണിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം മറക്കരുത്. ഈ അടുത്ത ദിവസം വരെ ചാനൽ ചർച്ചകളിലും മറ്റും CPM പ്രതിനിധികൾ പറഞ്ഞിരുന്നത് ഈ കേസിൽ ഗവൺമെന്റ് എടുത്ത ഫലപ്രദമായ നടപടികളെ കുറിച്ചാണ്. ഞങ്ങൾ അറസ്റ്റ് ചെയ്തില്ലേ, ഞങ്ങളുടെ നേതാക്കളെ പോലും ഞങ്ങൾ അറസ്റ്റ് ചെയ്തില്ലേ എന്ന വീരബോധമാണ് മുഴക്കിയിരുന്നത്. എന്തുകൊണ്ടാണ് അറസ്റ്റ് ഉണ്ടായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന്റെ കാരണം തേടി വേറെ എവിടെയും പോയിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘമാണ്. അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും നടക്കുന്ന അന്വേഷണമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ പത്മകുമാറോ വാസുവോ അറസ്റ്റിലാവുമെന്ന്? ഒരു കാരണവശാലും അത് സംഭവിക്കില്ലായിരുന്നു. 3-4 ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ ഇതിന്റെ പാപഭാരമെല്ലാം ഏൽപ്പിച്ചിട്ട് ഇവരൊക്കെ രക്ഷപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുമായിരുന്നു. ഇന്നലെയും പിണറായി വിജയൻ ഈ ന്യായം പറഞ്ഞു. സർക്കാരിന്റെ ഈ ഫലപ്രദമായ നടപടികള് ജനങ്ങൾ നല്ല രീതിയിൽ വിലയിരുത്തി അത് ഉൾക്കൊണ്ടു എന്ന് ഇന്നലെയും അദ്ദേഹം പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാം, ജനങ്ങൾ വിലയിരുത്തിയതും ഉൾക്കൊണ്ടതുമൊക്കെ നമ്മൾ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ കണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് LDF-നും CPM-നും വലിയ തിരിച്ചടി ഉണ്ടായതിന്റെ പ്രധാന കാരണം ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയാണെന്ന് ഇപ്പോൾ ആ പാർട്ടിക്ക് ബോധ്യം വന്നിരിക്കുന്നു. പിണറായി വിജയന് ബോധ്യം വന്നിരിക്കുന്നു. അവരത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷെ അത് പുറത്തു പറയില്ല. അത് പുറത്തു പറഞ്ഞാൽ അപ്പോൾ വിരലുകൾ നീളുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ നേരെ ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങളത് തുറന്നു പറയത്തില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഇതുണ്ടാക്കിയ ഈ വലിയ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണം, മോചിതമാകണം. അതിനുവേണ്ടിയുള്ള അടവുകളാണ് പയറ്റുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. അപ്പുറത്ത് നിൽക്കുന്നവരുടെ മേൽ ഞങ്ങൾ ചെളിവാരി എറിയും. അത് ഞങ്ങളുടെ രീതിയാണ്, ശീലമാണ്. ഞങ്ങൾ പയറ്റി വിജയിച്ചിട്ടുള്ള തന്ത്രങ്ങളാണ്. അത് ഇനിയും ചെയ്യും. ആരും അക്കാര്യത്തിൽ സംശയിക്കേണ്ട.